അപ്പോൾ ഞാൻ ഡ്രാഗൺ കൊല്ലാൻ പോകുന്നു കേസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നെത്രേറ്റ് ആർമർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം പറ്റുമെങ്കിൽ ഒരു എപ്പിസോഡ് ഇടാമെന്ന്. അപ്പോൾ നമ്മൾ 10ാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഡ്രാഗനെ കൊല്ലും. നമ്മൾ ഡ്രാഗനെ കൊല്ലുന്ന പോവുകയാണ് കേസ്. നമ്മൾ ഫുള്ളി നെത്രേറ്റ് ആർമർ പറ്റുന്ന രീതിയിൽ നമ്മളിത് മറ്റേ ടൂൾസൊക്കെ ആക്കിയിട്ടുണ്ട് കേസ്. ഇന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോളെന്ന് പറയുന്നത് ഡ്രാഗനെ കൊല്ലുക അതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനാണ് ഡ്രാഗനെ കൊല്ലുന്നതിന് ആദ്യം വേണ്ടത്. സോ നമ്മൾ ഒരുപാട് പേരിന് ബോറടിക്കാതെ നമുക്ക് നേരെ നമ്മുടെ ഡ്രാഗനെ കൊല്ലുന്ന പ്രോസസ്സിലോട്ട് പോവാം. സോ ഗൈസ്, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടൂൾസും കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലോക്സ്, പിന്നെ നമ്മുടെ നെതറിൽ പോകണം. നമ്മുടെ നെതറിൽ പോയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നെതർ ബ്ലേസ് റോഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി വേണ്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് വേണം, പിന്നെ എൻട്രപ്പോൾസ് വേണം, പിന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ എൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയും. പിന്നെ നമ്മൾ ടൂൾസ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മെൻഡിങ് ഇല്ലല്ലേ? മഴ പെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നെതറിലോട്ട് പോയി. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിന് നെതറിൽ പോകാൻ ബ്ലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഓൾറെഡി ഒരു സക്ക് ബ്ലോക്ക് ഇവിടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇതെന്താണ്? ഓക്കെ, ഒന്ന് ഉറങ്ങിയിട്ട് പോവാം ഗൈസ്, മറ്റേ മഴയല്ലേ. ഓക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ വേണ്ടത്ര സപ്പോർട്ടൊന്നും നമുക്ക് തരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നമുക്ക് ഈ ടൂള് പെട്ടി നമുക്കൊരു ഗോൾഡ് ആർമർ എടുത്തേക്കും ഗൈസ്, കാരണം നമ്മൾ നെതറിൽ പോകണല്ലേ. അപ്പോൾ മറ്റേ പിഗ്ലിങ്സ് അല്ലല്ലോ, ബ്രൂട്ട് വന്ന് നമ്മൾ അടിക്കും. അപ്പോഴത്തേക്ക് അത് പണിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതൊന്നും പോളിഷ് ടീപ്സ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്. ഓക്കെ ചേടാ ക്ലിക്ക്. ഓക്കെ, നമുക്ക് എന്നാലും ഇനിയിപ്പോൾ നെതറിലോട്ട് പോയി സോൾ സാൻഡ് വെക്കട്ടെ ഗൈസ്. എന്നാലും നമുക്ക് നെതറിലോട്ട് പോകാം. 3, 2, 1. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, അപ്പോൾ ഈ ലോഡിങ് സ്ക്രീനൊന്ന് മാറിയിരുന്നെങ്കിൽ 1.20.21.64 ലോഡിങ് സ്ക്രീൻ മാറുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു മാറ്റമില്ല ഗൈസ്. എനിക്കൊന്ന് ബീറ്റാ വേർഷൻ ആയതുകൊണ്ടാണോ അറിയത്തില്ല. ഓക്കെ, നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ബ്ലോക്കിൽ കൂടെ ഇന്നലെ ഞാൻ പാർക്ക് ഓവർ ചെയ്ത് കളിച്ചേ. ഇന്നത്തെ വീഡിയോ ഉണ്ടവർക്കറിയാം. ഞാൻ പാർക്ക് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ. അയ്യോ ഇവന്മാരെ കൊണ്ട് ഇവന്മാർ വല്ലാത്ത എന്തോ ഗാസ്റ്റ് അടിച്ച് ഗൈസ്. ഇവന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ. ഗാസ്റ്റ് വന്ന് അടിച്ച് എന്തെങ്കിലും പൊട്ടിയ. ഇന്ത്യന്ന് ആവശ്യമില്ല. ഓക്കെ, ഗാസ്റ്റിനെ കൊല്ലാനായിട്ടാ. ഗാസ്റ്റിനെ കൊല്ലാനായിട്ട് നമ്മളതൊരു കിണ്ണൻ ഇതെന്ന് ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ വെച്ചടിക്കാം. അവനെ നമ്മളെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇത് കൊള്ളുക ഉണ്ടില്ല. അടുത്തത് ഇതാണ് ഗൈസ് വിഷയം. ഇവനെ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ മാഞ്ഞകളെ. ഈ മറ്റേ പന്നിയുടെ ഈ പിക്കിൻ്റെ വലുത് ഈ ബ്രൂട്ടിനെ അറ്റാക്ക് ചെയ്യുമല്ലേ, അങ്ങനെയാണ് ഇവന്മാർ തിരിച്ചടിച്ചാവുന്നത്. ഞാൻ അതെട്ടാ നമുക്ക് ഈ ലെതർ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആരും ഞാൻ കാണുന്നൊന്നുമില്ല. അവിടെ ബ്ലേസ് സ്പോണായിക്ക് നമ്മൾ ഇങ്ങോട്ട് അടിക്കും. ഇവിടം വരെ അവന്മാർക്ക് റീച്ച് ആവും ഗൈസ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തീർന്നില്ല, അപ്പോൾ തന്നെ സ്പോണായി. അവന്മാർക്ക് ഇവിടെ റീച്ച് ആവുമല്ലോ. ഒരുത്തനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് പോകണം. ഓക്കെ, അവസാനത്തെ ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ഇവിടെ സ്പോണറിൻ്റെ വായിലോട്ട് തന്നെ കയറി കൊടുക്കണം. എന്നിട്ട് ഇവന്മാരെ കടിച്ച് കൊല്ലണം. അയ്യോ വേണ്ട മണ്ടത്തരം കടിച്ച്. ഉമ്മരെ കടിക്കുന്നതിന് ഉമ്മരെ അടിച്ചേ. അയ്യോ എന്തിനാണ് ഉമ്മരെ അടിക്കുന്നേ? എടാ ആരുടെ ബാക്കിൽ അടിക്കുന്ന ചേടാ. ഞാൻ എനിക്കൊന്ന് ഉമ്മരെ അടിച്ചു തന്നു. ഇനിയിപ്പോൾ അവന്മാർ ജാഥയായിട്ട് വന്നതിനെ അടിക്കും ഗൈസ്. ഇവിടെ ഇങ്ങനെ മാറി ഇവന്മാർ ഇവിടെ ഇവന്മാരിങ്ങനെ ഇവിടെ വന്ന് ചേടാ ഇത് എവിടെയും വിടുന്നില്ലല്ലോ. അങ്ങോട്ട് വല്ല മാറി നോക്കി. ഇനി ഇവന്മാർ അവിടെയും വരുവാ. എൻഡർമാൻ അടിക്കുമല്ലേ. ഈ ക്യാരറ്റ് നിന്നിട്ട് അല്ലെങ്കിൽ ലൈഫ് പറഞ്ഞാൽ പിന്നെ എൻ്റെ നെതറേറ്റ് ആർമർക്ക് ഒരു കാര്യം തീരുമാനമാവും. വെറുതെ അല്ല, എൻ്റെ മറ്റേ ഗോൾഡ് ആർമർ പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഗോൾഡ് ആർമർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇവനൊന്ന് അടുത്തടിയിട്ട് ഉമ്മാരി പക്ഷേ നിങ്ങൾ ഗോൾഡ് ആർമർ എടുത്തിട്ട് നിങ്ങൾ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗോൾഡ് ആർമർ എടുത്തിട്ട് പിന്നെ നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു കില്ലിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഉമ്മാരെ കൊല്ലാൻ പറ്റത്തില്ല. ഉമ്മാർ നേരെ കയറി അടിച്ച് കഴിഞ്ഞാൽ ഉമ്മാർ അടിച്ച് നമ്മളെ തൂഫാനൊക്കെ വിടും. അതുകൊണ്ട് നമുക്ക് നേരെ കയറി അടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ചെറിയൊരു ഫാർമ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാർമെന്നൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം. നമ്മളത് ഇവന്മാരിങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെ ഇവൻ വരത്തില്ല. വരുവൻ പറന്നു വരാലോ ഇവന്മാർക്ക്. ഇതൊന്നും വരത്തേ.
അവന്മാരിങ്ങനെ അടുത്തോട്ട് വിളിച്ചുകൊണ്ട് വരും. ചേടാ ഇതെന്താ ഞാൻ അങ്ങോട്ടൊക്കെ പോകണം. അവന്മാരിങ്ങനെ അടുത്തോട്ട് വിളിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മളത് അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് അവന്മാർക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഓക്കെ, ഒരുത്തരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താ ഇവിടെ സ്പോണാകത്തൊന്നും. ഓക്കെ, ഒരുത്തർ സ്പോണായിട്ടുണ്ട്. ഇവന്മാർ തീ വന്ന പ്രശ്നമാണ്. തീ വന്ന ഇവന്മാർ നമ്മൾ അടിക്കും. ഓക്കെ, അയ്യോ ഇത് അടച്ചേക്കാം, അല്ലെങ്കിൽ ഇവൻ അടിക്കും. ഓക്കെ, അവൻ അടിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് അടിച്ചടിച്ച് ഇങ്ങനെ വന്നേക്കാം. ഇവനെ നമ്മൾ അടിച്ചതുകൊണ്ട് ഇവൻ നമ്മുടെ അടുത്ത് തന്നെ വരത്തുള്ളൂ, വേറെ ഒന്നിനും പോവില്ല. എൻ്റെ പൊരി 2 എണ്ണോ. അയ്യോ ഞാൻ പോണ് ഇവിടെ പ്ലീസ്. ഓക്കെ, ഇവനൊന്ന് അടിക്കാം. എന്തായാലേ ഒരു 20 ഇതാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാൻ 20 ഇതാകുന്നൊരു ടൈം ലാപ്സോളം നിങ്ങൾ കാണും. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ടോർച്ചൊക്കെ വെച്ച് ടോർച്ച് വെച്ച് പോകാതിരിക്കാൻ അറിയത്തില്ല. നമ്മൾ 26 ബ്ലേസ് റോഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം. ഇതല്ലല്ലോ, അയ്യോ ചത്ത് എൻ്റെ പൊന്നെ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും നമുക്ക് കുറച്ച് എൻഡർപ്പേൾ എടുത്ത് വീട്ടിൽ എത്തണം. നമുക്ക് എൻഡർപ്പേൾ എടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മൾ എൻഡർപ്പേളും എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ റെക്കോർഡ് ഓണല്ലേ, നെൽസൺ പോസ് ചെയ്തതെന്ന് വെച്ചാൽ അത് പോസ് ഓണാക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓക്കെ നമുക്ക് 2 ബെൻഡിങ് അതുണ്ട്. മെൻഡിങ് ബുക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ 2 സാധനങ്ങളുടെ ആഡ് ചെയ്യാനുണ്ട്. ഇതൊരു നമ്മുടെ ആക്സും ശവലും. ഓക്കെ, ഇവിടുത്തെ ഇതെന്ത് ചെയ്യാനല്ലോ. ഓക്കെ, അതൊന്നും മെൻഡിങ് ഇല്ല, നമുക്ക് മെൻഡിങ് ആഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പൊട്ടിപ്പോകും. ഓക്കെ, ശവല് സിൽക്ക് ടച്ചാണ്. കുറച്ച് ശവലിൻ്റെ ആവശ്യമില്ലല്ലോ, സിൽക്ക് ടച്ച് അല്ലേ ശവല് വേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ നെതറിറ്റ് ആർമർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ആർമർ സെറ്റെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അടിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോൾഡ് ആർമർ ഇവിടെ ഇല്ല, അവിടെ ഇനി പടല്ലേ. ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പൂവാണ് സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇത് കറക്റ്റല്ലേ, കറക്റ്റാക്കട്ടെ. നമുക്ക് മേളിൽ കയറിയിട്ട് ഈ ബ്ലേസ് റൂട്ട് ബ്ലേസ് പൗഡർ ആക്കണം. എന്നിട്ട് അത് വെച്ചൊരു എൻഡറായി. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും എൻഡറായി ഉണ്ടാക്കാൻ ബ്ലേസ് പൗഡർ അല്ല. ഓക്കെ ഗായ്സ്, നമുക്ക് എൻഡർപെയർ ഉണ്ടാക്കാനുള്ള പറ്റിയ പൗഡർ ഉണ്ടാക്കണം. നമുക്കൊരു 12 ഉണ്ടാക്കണം. ഓക്കെ, 8 ആയിട്ടുണ്ട്, 10 ആയിട്ടുണ്ട്, 12 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 12 ആയിട്ടുണ്ട്. നമുക്കിനി എൻഡർ ഓഫ് ആയി ഒരു 12 ഉണ്ടാക്കണം. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അവിടെ 9 അവിടെ ചിലപ്പോൾ 1, 2, 3 എൻ്റെ പോർട്ടലിൽ തന്നെ കാണും. അപ്പോൾ ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എത്തിച്ചിട്ട് ആവശ്യ സംഭവം മാത്രം. ഇതിൻ്റെ ഭയങ്കര ലാഗ്. ഓക്കെ, നമുക്ക് ഇതൊന്നും മാറ്റി നമുക്ക് ഈ നെതർ ബിക്സ് ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് നെതർ ബിക്സ് ഇതിനകത്ത് വെക്കണം, മറ്റേ ബ്ലോക്കിനകത്ത്. ഓക്കെ ഗൈസ്, നമ്മൾ അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലോക്സ് നമുക്ക് പൊട്ടിക്ക് ഈസി ആയിട്ടുള്ളൊരു ബ്ലോക്ക് നെതറാക്ക് തന്നെയാണ് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചത്. നെതറാക്ക് തന്നെ നമുക്ക് എടുക്കാം. അതൊരു 3 സ്റ്റാക്ക് ഇരിക്കട്ടെ അല്ലേ, 3 സ്റ്റാക്ക് ഇരിക്കട്ടെ.
ഓക്കെ ഓക്കെ 4 എടുത്തിട്ടുണ്ട്, 4 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫുഡൊക്കെ കയ്യിലുണ്ട്. ഗോൾഡൻ ക്യാരറ്റ് മതി. ഓക്കെ, ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഇതിലൊന്നും ഇല്ല. നമുക്ക് ഈ 2 ഗോൾഡൻ ആപ്പിൾ വേണമെങ്കിൽ എടുത്തേക്കാം. ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. ഇതിൽ വല്ല ആവശ്യം വരുവാണെങ്കിൽ ഇരിക്കട്ടെ. ഇതിനകത്ത് നമുക്കൊരു ഇതിനകത്തുനിന്നൊന്നും എടുക്കാമല്ലേ. ഓക്കെ, ഈ ബ്ലേസർ എന്തായാലും വാല്യബിൾ സിസ്റ്റ് വെച്ചേക്കാം. ഇനി നമുക്കിത് ഇത് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ഇത് ഓർഡറിലാക്കി വെക്കണം. ഓക്കെ, 4 സ്റ്റാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻഡർ ഐ വെച്ചിട്ടുണ്ട്, എൻഡർപ്പേൾ മേളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് ഇവിടെ വെച്ചേക്കാം, കാരണം ആവശ്യമുള്ള നമ്മൾ അതൊക്കെ പെട്ടെന്നൊക്കെ വേണം. പിന്നെ ഒരു ടോർച്ച് എടുത്തിട്ടുണ്ട്, ടോർച്ച് ഫോർ ഡ്രാഗൺ എഗ്ഗ് എടുക്കാനായിട്ടാണ്. ഓക്കെ, നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഡ്രാഗൺ എഗ്ഗ് എടുക്കണമെങ്കിൽ ടോർച്ച് വേണം. ഓക്കെ, ഒരു കാര്യം കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതെന്ത് നമ്മുടെ ഒരാരം കൂടി എടുക്കാനുണ്ട് ഗൈസ്. നമുക്ക് 49 മാറ്റിയിട്ട് കറക്റ്റ് ഒരു സ്റ്റാക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഇത് തിരിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡ്രാഗനെ കൊല്ലാനായിട്ട് നമ്മുടെ എൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കണം. നമുക്ക് ലക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് പൊട്ടിപ്പോയിരുന്നാൽ മതി എറിയുമ്പോഴത്തേക്കും. വല്ല 1-2 എൻ്റെ ലക്ക് വെച്ച് എനിക്ക് മിക്കവാറും ഒരെണ്ണേ കിട്ടത്തുള്ളൂ. അതിൽ ചിലപ്പോൾ ഒന്നും കാണൂല അവിടെ. അപ്പോൾ എന്തായാലും ആ ഡാൻഫാം എനിക്ക് ഡയറക്ഷൻ വേണ്ട, ഇങ്ങോട്ടറിയാം. ഓക്കെ, അങ്ങോട്ടാണ് കാണിക്കുന്നത്. പൊട്ടല്ലേ 2 പോയിട്ടുണ്ട് അറിയാതെ. ഓക്കെ, 2 പൊട്ടിയിട്ട് 2 കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ബെഡ്റൂം എഡിഷൻ ആണെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് എന്തൊക്കെയോ ബഗ് അടിക്കും ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. ചില സമയത്ത് എൻ്റെ കയ്യില്ല സാധനം പിന്നെയും കയ്യിൽ വരും, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അയ്യോ നമ്മൾ ബോട്ട് എടുത്തില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും വെള്ളം പോലത്തെ സ്ഥലം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോട്ട് ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. മുട്ട. ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഈ മുട്ട എറിഞ്ഞിട്ട് കോഴി വരുവാണെങ്കിൽ എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റത്തില്ല. അയ്യോ, തുടക്കം നല്ല എന്ത് നല്ലത്. ഒന്നല്ല ഗൈസ്, 3 കോഴി ഒരു മുട്ടയെന്ന് വിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡ്രാഗനെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഏകദേശം. ആവശ്യമുള്ള സമയത്തൊന്നും ഇത് പോകണത്തില്ല ഗൈസ്. ഇതൊക്കെ ഭയങ്കര റെയറാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും നമുക്ക് ഈ ബ്ലോക്ക് വെച്ച് മേളിൽ പോകാം. മിക്കവാറും ബ്ലോക്ക് തീരെ ചാൻസ് കുഴപ്പമില്ല. ബ്ലോക്ക് നമുക്ക് അവിടെ നിന്ന് എവിടെയെങ്കിലും എടുത്താൽ ഇതെന്താ വെക്കാൻ പറ്റാത്തേ. മേളിലുള്ള ബ്ലോക്കൊന്നും ഇല്ല. പിന്നെന്താ ഇങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, വെക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും മേളിലോട്ട് കയറിയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ആ ഡയറക്ഷനിലോട്ടാണ് പോയി. ഫ്ലവർ ഫോറസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാൻ ഇവിടെ ഫ്ലവർ ഫോറസ്റ്റ് ആയിട്ടില്ല. നമ്മളിവിടെ നിന്ന് എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. നമ്മളിവിടെ വരിക, കയറുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെ പോകത്തേ ഉള്ളൂ. നമ്മൾ എക്സ്പ്ലോറൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ പഴയ വില്ലേജ് വെച്ചിട്ട് പോകുന്ന ഈ റൂട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലേ നമ്മുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കി വെച്ചേക്കാം. ഓക്കെ, വീഡിയോ ഗെയിമിൽ തന്നെയല്ലേ. ഈ കോർഡിനേറ്റ്സ് ഓണാക്കി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ റൂട്ട് തന്നെയാണ്. ഇത് ഏകദേശം ഈ റൂട്ട് തന്നെയാണ് ചേച്ചി പോകുന്നത്. ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കിയാലും. ഓക്കെ, ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കുക ഗൈസ്. ഈ പ്രശ്നം ഇപ്പം അങ്ങോട്ട് തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വില്ലേജിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നത്. ഓക്കെ, അയ്യോ അത് പൊട്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു എൻ്റെ റൈഡ് കാര്യത്തിൽ തീരുമാനമായിട്ട് എറ പൊട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഡയറക്ഷനെ വെച്ച് പോവാം. എന്തായാലും നമ്മൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു സ്ഥലം എത്തിയിട്ട് നിങ്ങൾ കാണിക്കുന്നു. പക്ഷേ എൻ്റെ പോട്ടൻ്റെ അവിടെ ഇല്ല, അല്ലാതെ തന്നെ നിങ്ങൾ നടന്നെത്തിയിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. ഗൈസ്, ഇവിടെ രാത്രിയാകുമ്പോൾ ഗൈസ് നമുക്ക് ബെഡ് വേണം. ബെഡിന് വേണ്ടി നമ്മൾ ഇവിടെ വൂളിന് വേണ്ടി നമ്മുടെ പശുവിനല്ല ഷീപ്പിനെ കൊത്തോണ്ടിരിക്കണം ഗൈസ്. ഇത് അവിടെ രണ്ടെണ്ണം. അയ്യോ പെട്ടെന്ന് വല്ല സോംബി എല്ലാം കൂടി കൂട്ടായിട്ട് അടിച്ചിട്ട് എൻ്റെ നെതറൈറ്റ് ആർമറൊക്കെ ബും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഇതൊക്കെ ഒന്ന് ഇഷ്ടടാ. ഞാൻ പാർക്ക് ഓവർ കിങ്ങാണ് കേസ്. ഇതൊന്നും എനിക്ക് പുത്തരിയല്ല. എൻ്റെ പേപ്പർ ഡോളൊക്കെ അവിടെ കാണാൻ പറ്റും കേസ്. സീനായിട്ടല്ലേ പോകുന്നത്. ഇതൊന്നും ചെയ്തു പെട്ടെന്ന് അവന്മാർ ഡീസ്പോൺ ആവുന്നതിന് തന്നെ പോടേ. ഓക്കെ നമ്മളെ വെള്ളത്തിലുണ്ട്. ഇനി നമുക്ക് അവന്മാരോടെ എടാ അവന്മാർ ഡീസ്പോൺ ആയടാ. ഇത് എത്ര ഒരു ബോളേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒരു 2 കൂടി വേണം. ഇതെവിടെ ഇത് വെള്ളപ്പൂവല്ലേ? ഇത് വെള്ളപ്പൂ വെച്ച് വല്ല ആദ്യം ഒരുത്തൻ നിൽക്കുന്നു. അയ്യോ പെട്ടെന്ന്. ഓക്കെ, ഒരുത്തൻ 2 പോകണമല്ലോ. ഒരുത്തനേ ഉള്ളൂ. ഓക്കെ ഒരുത്തൻ അവനെ കൊല്ലി. ഓക്കെ, അയ്യോ ആ ബോള് താഴെ പോയാ. ആ ബോള് താഴെ പോയി. ഇല്ല നമ്മുടെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ബോള് കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ടോർച്ച് ഇവിടെ വല്ലതും വെച്ച് അല്ലെങ്കിൽ ഇവിടെ വല്ല സ്പോണേ നമ്മളെ കൊന്നാണ്. ഇത് ക്രീപ്പർ. അയ്യോ ക്രീപ്പർ ബാക്കിലുണ്ടല്ലോ. കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ പൂ എടുത്ത് നമുക്ക് വെള്ളയാക്കാൻ പറ്റൂല്ലോ. ഇത് ഈ സീഡൊക്കെ എടുത്ത് മതിയേക്കാം. അത് വന്നില്ല. ഓക്കെ, വന്ന്
നമുക്ക് ഈ വെള്ള അസൂറാക്കി ആ വെള്ള കളറിൽ ഡൈ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവനെ കൊന്നിട്ട് നമുക്ക് ആ വെള്ള കളറാക്കിയിട്ടൊരു ബെഡ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ബ്ലാക്ക് കളർ കിട്ടി. നമുക്കിത് മാറ്റിയിട്ട് ബെഡ് ഉണ്ടാക്കാം. അയ്യോ ഇതൊന്നൊക്കെ ഉടശ്ശേ സോംബി. അയ്യോ ക്രീപ്പർ. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ ബെഡ് ഉണ്ടാക്കിയിട്ട് രാവിലെ ആയിട്ട് നിങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ ഇത് ഇവന്മാരായിട്ടുള്ള ഫൈറ്റ് PvP പൊരിഞ്ഞ ഫൈറ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അത് മാത്രമല്ല വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. നമുക്ക് പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിക്കാം. ഓക്കെ നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റേ 3 അയ്യോ ക്രീപ്പർ പൊട്ടല്ലേ പ്ലീസ്. ഓ പൊട്ടി. ഓ ഇവന്മാരെ സോംബി ക്രീപ്പറും കാരണമാണ് ഗൈസ്. സോംബി സ്കെൽട്ടനും. ബെഡ് കിട്ടിയില്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബെഡും പോയി. ഓ ഇവന്മാരാണ് എടാ മാറങ്ങോട്ടോ. ഓക്കെ അവൻ ചച്ചനുണ്ട്. ആ അതേ കിടക്കും നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്താൽ പെരുമാനിക്കും. നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ അതിൻ്റെ ഭംഗി നോക്കും ഗൈസ്. ഓക്കെ നമുക്ക് ഈ ബ്ലോക്ക് വെച്ച് കയറിയേക്കാം. ഓക്കെ കറക്റ്റ് ബ്ലോക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പറഞ്ഞോളൂ. ഓ ചേടാ ഇരുന്ന് രണ്ടെണ്ണമായി പോകുന്നത്. അയ്യോ അതാ മരത്തിനടിയിൽ പോയാ. അയ്യോ എടാ അവിടെ ഒരെണ്ണം പോലും ഈ പെട്ട് ഞാൻ 9 എണ്ണേ ഉള്ളു. ആ അതേ ഒരെണ്ണം കിടക്കും. കിട്ടി ഇനി ഒരെണ്ണോടി കാണണല്ലോ. 10 എണ്ണേ ഉള്ളു. ഇനി ഒരെണ്ണോടി പോകും. ഓക്കെ ഇത് എവിടെ ഇത് നോക്കാം. അതെ കിട്ടി. എൻ്റെ കയ്യിലിട്ടാണെങ്കിൽ റെക്കോർഡും പോസായി. ഈ തൻ്റെ ഇടക്കിടക്ക് ചെറിയ പണിയൊക്കെ കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും എവിടെ നിന്നേ കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നമുക്കിത് ഈ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വരയത്. ഈ സ്റ്റിക്ക്, പിന്നെ ഈ റോട്ട ഫ്ലഷ്, പിന്നെ ഈ വൂള്, ഇതൊന്നും നമുക്ക് വേണ്ട. പിന്നെ സ്ലോ ബോള്, ഫ്ലേവറും വേണ്ട, ഇതും വേണ്ട. ഓക്കെ ബാക്കി എൻ്റർപ്പിൾ വെച്ചിട്ട് എൻ്റർ കഴിയുമ്പോൾ എനിക്ക് ലീവ്സ് എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു വില്ലേജ് എനിക്ക് തോന്നുന്നു സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വില്ലേജ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫ്ലവർ ഫോറസ്റ്റ് ആണ്, പ്ലെയിൻസ് ആണ്, പ്ലസ് സ്പ്രൂസ് ബയം കൂടിയാണ്. ചില സമയത്തൊക്കെ ഈ സ്റ്റിക്ക് ഇടും മാറണം. ഓക്കെ ആവശ്യമുള്ള സമയത്ത് ഈ ഷീപ്പ് സ്പോണാകത്തില്ല. എന്തായാലും അങ്ങോട്ട് പോയിട്ടേ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ വല്ല വില്ലേജ് വല്ലതും കിട്ടാൻ നോക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് നടന്നു വരും. നമ്മൾ ഇതൊന്ന് എറിഞ്ഞ് നോക്കിയപ്പോഴത്തെ ഇങ്ങോട്ട് കാണിച്ചു. നമ്മളിത് ഇങ്ങനെ നേരെ വന്നപ്പോൾ നമുക്കൊരു വില്ലേജ് കിട്ടി. ഈ വില്ലേജിൽ നിന്ന് അങ്ങോട്ട് എറിയുമ്പോഴത്തേക്കിത് അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഓക്കെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു. ഈ കേവിൻ്റെ അടിയിലൊന്നും സ്പോണാൻ ചാൻസ് കുറവാണ്. നമുക്ക് നോക്കാം ഗൈസ്. കിട്ടിയാൽ മതി. കിട്ടിയാൽ അത്രയും നല്ലത്. ഇവിടെ വല്ലതും കണ്ടാൽ മതിയായിരുന്നു. കേവിൻ്റെ ബഗ്ഗുണ്ട് കേട്ടോ. ഞാനിത് അറിയാതെ എന്തോ സേവൻറ്റ് ക്വിറ്റ് ചെയ്തൊരു ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അതേ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഫുഡും കുറഞ്ഞ് എൻ്റെ കയ്യിലുള്ള എൻ്റർപ്പിൾ 12 എണ്ണമായി. ഇതെങ്ങനെ ശരിയാവും? എന്തൊക്കെ പ്രശ്നമുണ്ട് ഗൈസ് ഈ ബെഡ് റോക്ക് എഡീഷൻ. ഓക്കെ നമ്മൾ പിന്നെ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും വഴിയില്ല ഗൈസ്. നടന്ന് ചത്ത് 10,000 ബ്ലോക്ക് 10,000 ബ്ലോക്ക് നടന്ന് ഇവിടെ വേറൊരു 2 വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ നല്ലോണം നടന്ന് ഇവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിട്ട് ഇതിപ്പോൾ എവിടെ കുഴിക്കും? ഇവിടെ കുഴിച്ച് വല്ലതും നോക്കണം. അല്ലാതെ ഈ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എവിടെ കുഴിക്കും ഇതിപ്പോൾ? നമ്മൾ ശവലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുഴിക്കും ഇതിപ്പോൾ? ഒരു സെൻറ്റർ. ഓക്കെ ഇവിടെ നിന്ന് കുഴിച്ചേക്കാം. സ്റ്റോൺ. ഓക്കെ 2 സൈഡായിട്ട് കുഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കേവിൽ പോവുകയാണെങ്കിൽ ഒരു സൈഡല്ലേ പോകുള്ളൂ. നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ സൈഡ് പൊട്ടുന്നു. ഓക്കെ അയ്യോ കിട്ടി. എല്ലാം ഉണ്ടല്ലോ. ബ്ലോക്ക്, ബെഡ്, എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ, പിന്നെ നമ്മളൊരു മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കിട്ടിയേട്ടാ. ബോട്ട് ഓക്കെ ആരൊക്കെ ഉണ്ട്. സ്പോണർ ഗൈസ്. അയ്യോ ക്രീപ്പർ പോടാ. അയ്യോ അടുത്തത്. എൻ്റെ പൊന്നെ. ഓ എൻ്റെ പോയി സാധനം. എടാ മറ്റേ സിൽവർ ഫിഷ് നമ്മൾ സ്പോണറിൻ്റെ അണ്ണാക്കി തന്നെ കയറി സ്പോണായി ഗൈസ്. ഓ എന്താ മറ്റേ ഇത് മാറ്റിക്കേ. ഓ എടാ ഈ ക്രീപ്പർ. അയ്യോ ഓ നമുക്കിത് ഇവന്മാരൊന്ന് കൊല്ലണം. ഇവന്മാരല്ലെങ്കിൽ ആ ബ്ലോക്കൊക്കെ തിന്നളയും. ഇവന്മാർ ഭയങ്കര അനോയിങ്ങാണല്ലോ. നമ്മളെ ഇതൊക്കെ പൊട്ടിച്ച് ഇവൻ ക്രീപ്പർ ഇതങ്ങ് പൊട്ടിച്ച്. നോക്കി ആ സ്പോണർ പൊടിച്ചോണ്ട് നമുക്ക് ഇനി ഇവന്മാരെല്ലാം കൊന്നാൽ മതി. പെട്ടെന്ന് ഇതെന്തോ ഇത്. അയ്യോ ഈ ലാവ. ഓക്കെ ലാവ പോയിട്ടുണ്ട്. നോക്കി ഇത് മാറ്റിയേക്കാം.
ഓക്കെ, നമ്മൾ ഈ ബ്ലോക്കൊക്കെ പൊടിച്ച് നമുക്ക് ഈ ഡേർട്ട് വെച്ചാൽ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബാക്കി കുറച്ച് നിറമൊക്കെ ഉണ്ട്, അത് വെച്ചൊന്ന് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, എല്ലാം സെറ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ ചേടാ. ഓ ഇതെന്തൊരു. ഓക്കെ, ഇത് വെച്ച് ഈ ലാവയൊന്ന് മൂടിയിട്ട് അവിടെ ഒരു ബെഡ് വെക്കണം. ഓക്കെ, ബെഡ് വെച്ചിട്ടുണ്ട്. റിസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാലോ, എല്ലാം ഉണ്ടല്ലോ, ഉറപ്പെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വേൾഡിൽ നമ്മുടെ ഈ ചാനലിലെ ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ലെറ്റ്സ് പ്ലേയിൽ ഡ്രാഗനെ കൊല്ലാൻ പോകണം ഗൈസ്. ഓക്കെ, ഇവിടെ ഓ എൻ്റെ ലക്ക് സീനല്ലേ, ഒറ്റൊരെണ്ണേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ലക്ക് ഭയങ്കര സീനാണെന്ന്. ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒറ്റൊരെണ്ണേ വന്നിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഇത് മൊത്തം വെച്ചേക്കാം. ലാസ്റ്റ് വൺ. അയ്യോ എനിക്ക് പോകണ്ട ചേടാ, ഇതിപ്പോൾ വീഡിയോയിൽ പോയാൽ പറ്റുള്ളൂ. എല്ലാം സെറ്റല്ലേ, ബ്ലോക്കൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ബ്ലോക്കേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാതൊക്കെ എടുത്ത് കളഞ്ഞേക്കാം. അയ്യോ ഇതൊക്കെ എൻ്റെ കൈ തിരിച്ചു തരുന്നു, അത് കുഴപ്പമില്ല. ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്, നമ്മൾ കുറച്ച് മൈൻഡ് ഷാഫ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഇതൊന്നുമില്ല, മാറങ്ങോട്ട് ചേടാ, എന്തിനു പോവാത്തേ? ഓക്കെ, 3, 2, 1 ചടിക്കോ. ചേടാ സ്നീക്കല്ലേ, എന്താ പോവാത്ത ചേടാ, എടേ. ഓക്കെ, ചാടിയിട്ടുണ്ട്. മിക്കവാറും ഞാൻ ആ മൈൻഡ് ചെയ്യുന്ന അല്ല മൈൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ല കൈസ്. ഇത് ഏത് ഇവിടെ സ്ഥലമില്ല. ഓക്കെ, സ്ഥലമുണ്ട്. നമ്മുടെ കയ്യിൽ ബ്ലോക്ക് ഉണ്ടല്ലോ, ബ്ലോക്ക് വെച്ച് നമുക്ക് ഇത് പോകണം. ഓയിലെങ്ങാനും വീണ എൻ്റെ നെതറൈറ്റ് ആർമർ കട്ടപ്പുക. ഞാനാണെങ്കിൽ എൻ്റെ ട്രേഡിങ് ഹാളിൽ നല്ല കേസ് അത്രയും ബുക്ക് ഒപ്പിച്ചത്. ഞാനാ മറ്റേ ഫിഷ് ചെയ്താണ് അത്രയും ബുക്ക് ഒപ്പിച്ചത്. അതുകൊണ്ട് അത് തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ടൂൾസിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയല്ല, കുറച്ചൊക്കെ നമ്മുടെ ഇതിലും കിട്ടിയതാണ്, ഫിഷിങ് ഇതിൻ്റെ ഇത് കിട്ടിയതാണ്. ഓക്കെ, എന്താ ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഗൈസ്. ഈ എൻ്റർ ഡ്രാഗനടുത്ത് ഇടക്കിടക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രിയേറ്റീവ് കയറിയിട്ടൊക്കെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഇടുന്നതിന് മുന്നേ. സോ അപ്പോഴത്തേക്ക് ഞാൻ ഡ്രാഗനെ കൊന്നുകൊണ്ടിരുന്നത് എലൈറ്ററൊക്കെ എടുത്ത്. എനിക്ക് ആ സമയത്തൊന്നും മര്യാദ കളിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. എലക്ട്രിക് എടുത്ത് ഇവിടുന്ന് സർവൈവലിൽ തന്നെ കൊന്നുകൊണ്ടിരുന്നത്. സാധനങ്ങളൊക്കെ അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളായിരുന്നു. ഫസ്റ്റ് ടൈമിലാണ് സർവൈവലിൽ പോയി കൊല്ലാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ചാടാൻ പറ്റുമോ? ഇവിടെ ചാടിക്കാൻ മിക്കവാറും ഞാൻ വോയിടി പോവും. ഓക്കെ, വോയിടി പോവും. ഓ എൻഡർമാൻമാരെ ഞാൻ പംകിൻ ഹെഡ് എടുത്താൽ നിങ്ങൾക്കൊന്നും കാണാനും പറ്റത്തില്ല, അത് വേറെ കാര്യം. ക്ലിക്ക് ഈ സംഭവം പെട്ടെന്ന് പൊട്ടുന്നതുകൊണ്ടേ ഈ താഴത്തെ ബ്ലോക്ക് കൂടി പൊട്ടിക്കാൻ തീർന്നു. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് ചാടിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ചാടിയേക്കാം. ഓക്കെ, നമ്മളവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വരാൻ വേണ്ടി അവിടെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് ഡ്രാഗനെ കൊന്നതിന് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്തായാലും നിങ്ങളെ മേളിലെത്തിയിട്ട് കാണിക്കുന്നത് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, നമ്മളങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഇവിടെ നിന്ന് ബ്ലോക്ക് എടുക്കണം, കാരണം നമ്മുടെ ബ്ലോക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. എന്നാലും നമുക്ക് മറ്റേ പില്ലറൊക്കെ പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് എടുക്കണം. ഓക്കെ, ഒരു കുറച്ചെടുത്താൽ മതി. നമ്മൾ മാക്സിമം ഒരു ഹൈറ്റുള്ള വില്ലറിൽ കയറിയിട്ട് അവിടെ തന്നെ എല്ലാം പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത് ഡ്രാഗൺ. എൻ്റെ പൊന്നെ പേടിയാന്നേ. നമ്മളാണെങ്കിൽ കുറച്ച് ബോട്ടിലെടുത്തിട്ടുള്ള ബ്രെത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പൊട്ടിത്തെറിക്കും. ഇവനാണെങ്കിൽ നമ്മളെ പറപ്പിക്കുകയും ചെയ്യും ഗൈസ്, അതാണ് വിഷയം. സോ ഗൈസ്, നമുക്ക് ഈ ഒരു പില്ലറി ചെയ്ത് കയറണം. ഓക്കെ, നമുക്ക് എൻഡർ ഡ്രാഗൻ്റെ ഹെൽത്ത് കാണിക്കാം. അയ്യോ അത് അടിച്ചടിച്ചടിച്ച എൻ്റെ പൊന്നെ. അയ്യോ സംഭവം മാറിപ്പോയി. ടോർച്ച് എന്തോന്നറിയത്. അയ്യോ ഇവൻ അടിക്കുന്ന ചേട്ടാ, ഇവൻ ആ പില്ലറിൻ്റെ മേളിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഇത് ഇച്ചിരി ടൈം എടുക്കുന്നതാണ് ഗൈസ്. നമ്മൾ ആദ്യത്തെ പില്ലറിൻ്റെ മേളിലെത്തിയിട്ട് നമുക്ക് ഇത് ഈ 2 ബ്ലോക്ക് വെച്ച് നമുക്ക് ഇവിടെ പൊട്ടിക്കാൻ നല്ല കഷ്ടമൊക്കെ. അയ്യോ പൊട്ടിച്ച ഒരു പില്ലർ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതേ അയ്യോ ഇത് ചെറിയ പില്ലറാണ് കേട്ടോ. നമുക്ക് ഈ പില്ലറിൽ നിന്ന് ആ പില്ലറിലൂടെ പൊട്ടിക്കണം ഗൈസ്. നമുക്ക് അമ്പെടുക്കാം. നമ്മുടെ MD ക്ലിക്ക് എന്ന് പറയുന്ന ചാനലിലെ എൻ്റെ സ്കിൽസാണ് ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടിയത് നിങ്ങൾ കണ്ടു.
സോ ഗൈസ് നമ്മൾ ഡ്രാഗൻ്റെ പില്ലറൊക്കെ മൊത്തം നമ്മൾ മീൻസ് മറ്റേ ആ സംഭവങ്ങളെ പൊടിച്ചുകൊണ്ട് നമുക്ക് പകുതി ഹെൽത്ത് ആക്കിയിട്ട് നമ്മൾ ഡ്രാഗൻ്റെ നമ്മൾ തല്ലിലടിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് കുറയുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. നമുക്കിത് ഈ ബോ വെച്ച് നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് തൽക്കാലം മുന്നുമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ അടിക്കാം. എന്നാലും കൊള്ളത്തില്ല, അതാണ് വേറെ കാര്യം. എന്താണ് ഇതെന്താ കൊള്ളാത്തെന്താണ് ചേടാ, ഇതെന്തോന്ന്. ഓ ഇവിടെ ബ്ലോക്കില്ലായിരുന്നു, വെറുതെ ഇല്ല. ഈ ബ്ലോക്ക് എടുത്ത് വെച്ചേക്കാം. ഇവനെ അടിച്ച് കുറച്ചുകൂടി. എൻ്റെ പൊന്നെ, എൻ്റെ ഹെൽത്ത് കുറയുന്നുണ്ട് അവൻ്റെ. എൻ്റെ പൊന്നെ, എൻ്റെ സോഡ് സീന് കേട്ടാ. ഓ ഇവനിവിടെ ബ്രെത്ത് ചേടാ, ഇത് കൊള്ളുന്നില്ലല്ലോ. ആ കൊണ്ട് എൻ്റെ പൊന്നെ, അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞാണ്ടാ. അപ്പൻ്റെ ഇരുന്നുണ്ട്. അപ്പം സീനേഴ്സ് നമ്മുടെ ബോയും കാര്യങ്ങളൊക്കെ സീനാണ്. ഓക്കെ. അയ്യോ അത് എൻഡർമാനാണ് കൊണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. എന്തായാലും ഈ ഗോൾഡൻ ക്യാറ്റ് എന്നിട്ട് താഴെ വരുന്നവർ വെയിറ്റ് ചെയ്യണം. ഓക്കെ, താഴെ വന്നിട്ട് നമുക്ക് ഈ ബ്ലോക്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അടി തീർന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. തീർന്ന് അത്രേ ഉള്ളൂ, തീർന്ന്. അങ്ങനെ നമ്മൾ ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ഡ്രാഗനെയും കൊന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡ്രാഗനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഡ്രാഗനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഒരു വട്ടം പോലും ചെയ്യാതെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഡ്രാഗനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ പോർട്ടൽ എവിടെയാണോ ആദ്യം കിട്ടി കണ്ട് നമുക്കിത് അവിടെയാണ് പോർട്ടൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടോർച്ച് എടുത്തിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് എടുക്കണം. ഓക്കെ, അവൻ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ വന്നത്? ഓക്കെ, അവിടെ വന്നു ആ സൈഡിൽ. ഓക്കെ. ഓ ഈ എൻഡർമാൻ ഇവന്മാർ ഭയങ്കര അനുഭവിക്കാണ് ഗൈസ്. ഇവന്മാരെല്ലാം ലൈറ്റും പറ്റി സ്പോൺ ചെയ്യിപ്പിക്കിരിക്കണം. പക്ഷേ ഈ ബ്ലോക്ക് താഴത്തോട്ട് പോയിട്ട് ഇങ്ങനെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ടോർച്ച് വെക്കണം. ഇവന്മാരെ കൊണ്ട് ഓക്കെ അവൻ ചത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കണം. ഓക്കെ, നമുക്ക് സെൻട്രല്ലല്ലോ ഡ്രാഗൺ എഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ പോർട്ടലിലോട്ട് കയറാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ പോർട്ടലിലോട്ട് കയറില്ല. അത് വേറെ എപ്പിസോഡ് ഗൈസ്. സോ ഈ എൻഡർമാനെ കൊണ്ട് അത് വേറെ എപ്പിസോഡ് ഗൈസ്. അപ്പം ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രാഗനെ കൊല്ലുന്നേ ഉള്ളൂ. ലേറ്ററൊക്കെ അടുത്ത എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കെന്തായാലും നമുക്ക് ഈ പോർട്ടലിലോട്ട് ചാടുമ്പോഴത്തേക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കംപ്ലീഷൻ. നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ എല്ലാവരും കണ്ടെന്നുള്ളതായിരിക്കും നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ റീസ്പോൺസ് സ്ഥലത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം ഐറ്റം പറയാനായിട്ട് നമ്മുടെ സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് തേർഡ് പേഴ്സൺ ആക്കിയിട്ട് സ്കിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, നാളത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.